സോ നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ആണ് എടുക്കുന്നത്. ട്രാൻസ്ഫോമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ട്രാൻസ്ഫോമർ. വാട്ട് ഇസ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ നമുക്കറിയാം എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത. ട്രാൻസ്ഫോമർ നമുക്ക് ഹാർട്ട് ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോമർ. ഹാർട്ട് ഓഫ് പവർ സിസ്റ്റം എന്നാണ് നമ്മൾ ട്രാൻസ്ഫോമർ ജനറലി പറയുക. സോ ട്രാൻസ്ഫോമർ ജനറലി ഫസ്റ്റ് പറയുന്ന നമ്മൾ പറയും ഹാർട്ട് ഓഫ് പവർ സിസ്റ്റം അല്ലെ. സോ ദെൻ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ എന്താണ്? ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഡിവൈസ്. ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഡിവൈസ്. സ്റ്റാറ്റിക് മീൻസ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ സ്റ്റാറ്റിക് ഇലക്ട്രിക് ഡിവൈസ് വിച്ച് ട്രാൻസ്ഫർ ദ ഇലക്ട്രിക് എനർജി ഫ്രം one circuit to other without changing the frequency and power. ഫ്രീക്വൻസിയോ പവറോ ചേഞ്ച് ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ഒരു സർക്യൂട്ടിലെ പവർ എന്ത് ചെയ്യുന്നു? എനർജി എന്ത് ചെയ്യുന്നു? അടുത്ത സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ഇലക്ട്രിക് എനർജി ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ജനറലി ഡിസ്കസ് ചെയ്യുന്ന ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമർ ജനറലി നമ്മൾ പറയുന്നത് ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. സോ ഇറ്റ്സ് എ ട്രാൻസ്ഫോമർ കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേഷനറി വൈൻഡിങ്സ്. നമ്മൾ പ്രൈമറി, സെക്കൻഡറി, HV, LV എന്നൊക്കെ പറയുന്നില്ലേ, അതേ സാധനം തന്നെ. HV, LV എന്നോ HT, LT എന്നോ പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ പറയുന്ന സെയിം സാധനം. Generally called as, okay, a transformer consists of two stationary windings generally called as high voltage and low voltage sides which are electrically isolated but magnetically coupled. അതായത് ഇതിൻ്റെ അകത്തുള്ള രണ്ട് സർക്യൂട്ട്സ് ഉണ്ട്. പ്രൈമറി സർക്യൂട്ട് ഉണ്ട്, ദെൻ സെക്കൻഡറി സർക്യൂട്ട് ഉണ്ട്. സോ ഈ രണ്ട് സർക്യൂട്ട് തമ്മിൽ എന്തില്ല? ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇല്ല. ദേ ആർ മാഗ്നറ്റിക്കലി കപ്പിൾഡ്. ഓക്കെ, ഇത് രണ്ടെന്താണ്? They are magnetically ആണ് coupled ചെയ്തിരിക്കുന്നത്. They are not coupled electrically. They are magnetically coupled. The coils are said to be magnetically coupled because they link common flux. അതായത് ഇത് മാഗ്നറ്റിക് കപ്ലിംഗ് എന്ന് പറയാൻ കാരണം എന്തുവാ? ഇതിനിടയ്ക്ക് ഒരു കോമൺ ഫ്ലക്സ് ഉണ്ട്. അതായത് ഇത് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ആണ്. ഈ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഇതിന് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കോമൺ ആണ്. Laminated steel core transformers are used in power applications. Laminated steel cores are used in power applications. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൽ എന്താണ്? ലാമിനേറ്റഡ് സ്റ്റീൽ കോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും കേട്ടോ. ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം, ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സിലിക്കൺ. The current flowing in the coil connected to the AC source is called primary winding or simply primary. അപ്പോൾ നമ്മൾ പ്രൈമറി, സെക്കൻഡറി ഡൗട്ട് ഒന്നും വേണ്ട. സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പ്രൈമറി ആണ്, ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സെക്കൻഡറി ആണ്. ഓക്കെ, പ്രൈമറി എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്? പ്രൈമറി കണക്റ്റഡ് ടു സോഴ്സ്. ഓക്കെ, സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് പ്രൈമറി. ആൻഡ് സെക്കൻഡറി എന്തുമായിട്ട് കണക്ട് ചെയ്യും? സെക്കൻഡറി കണക്റ്റഡ് ടു ലോഡ്. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. The flux links the primary is the input to the transformer. It set up the flux. മനസ്സിലായ പോയിന്റ് എന്താണ്? ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ഫ്ലക്സ് ഫൈ സെറ്റപ്പ് ചെയ്യുന്ന ആരാണ്? പ്രൈമറി വൈൻഡിങ് ആണ്. ഓക്കെ, പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ ഫ്ലക്സ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? ഈ പ്രൈമറിയിലെ ഫ്ലക്സ് ആയിട്ട് സെക്കൻഡറി എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. സെക്കൻഡറി ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സെക്കൻഡറിയിൽ EMF ഇൻഡ്യൂസ് ആവുന്നത്. സെക്കൻഡറി winding simply links with the flux. So the flux is changing in nature. AC അല്ലേ കൊടുത്തത്? AC കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഉറപ്പായും ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന ഫ്ലക്സ് ആയിരിക്കും. d∅dt. Okay, there should be a d∅dt. It induces a voltage in the secondary by electromagnetic induction. അപ്പോൾ electromagnetic induction വെച്ച് എന്ത് ചെയ്യും? സെക്കൻഡറിയിൽ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. Okay ആണല്ലോ. It induces a voltage in the secondary by electromagnetic induction. The primary receives the power from the source while secondary supplies this power to the load. അതാണ് ഞാൻ പറഞ്ഞത്. പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കൺഫ്യൂഷൻ വേണ്ട. വോൾട്ടേജ് കൂടിയതാണോ വോൾട്ടേജ് കുറഞ്ഞതാണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. അതൊന്നും വേണ്ട. പ്രൈമറി എന്ന് പറഞ്ഞാൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സൈഡ്, സെക്കൻഡറി ലോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സൈഡ് കേട്ടോ. സോ ഈ ഒരു സംഭവം ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്ക് ഡിഫറെന്റ് വോൾട്ടേജ് ലെവലിൽ നമ്മൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫോമർ ആക്ഷൻ പറയുക. Transformers are efficient and reliable device used in many
മെയിൻലി ടു ചേഞ്ച് ദ വോൾട്ടേജ് ലെവൽ. എന്തിനാണ്? വോൾട്ടേജ് ലെവൽ ചേഞ്ച് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദേ ആർ എഫിഷ്യൻറ്റ് ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ലോസസ് ആർ ആബ്സെന്റ്. ഇവിടെ ഒന്നും റൊട്ടേറ്റ് ചെയ്യുന്നില്ല, സോ ദാറ്റ് ഫ്രിക്ഷൻ ആൻഡ് വിൻറ്റേജ് ലോസസ് പോലുള്ള മെക്കാനിക്കൽ ലോസസ് ഇവിടെ ആബ്സെന്റ് ആണ്. ഓക്കെ, സിൻസ് ദ മെക്കാനിക്കൽ ലോസസ് ആർ ആബ്സെന്റ്, it is highly efficient. So loss is very less. Okay. Then okay. എന്തായിരിക്കും? Okay. So little power is lost when transforming power from one voltage level to other. So the typical efficiencies are in the range of 92 to 99%. So very high efficient ആണ്. 90 above 90 ഒക്കെ നല്ല എഫിഷ്യൻസി ആണ് അല്ലെ? സോ ഇറ്റ് ഈസ് 92 to 99% efficient ആണ്. The higher values applied to large power transformers. അതായത് വലിയ പവർ ട്രാൻസ്ഫോമേഴ്സിന് എന്തായിരിക്കും? അതിന്റെ എഫിഷ്യൻസി കൂടുതലായിരിക്കും കേട്ടോ. എഫിഷ്യൻസി നല്ല കൂടുതലായിരിക്കും. ഇനി ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ കുറച്ച് പ്രത്യേകതയുണ്ട്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് വോൾട്ടേജ്. അപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ജനറലി കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻസ് ആണ്. കോൺസ്റ്റന്റ് ഫ്ലക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പവർ, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ് ട്രാൻസ്ഫോമർ. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്, പവർ കോൺസ്റ്റന്റ് ആണ്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ് കേട്ടോ. So next, 1 second. Okay, so this is there are construction. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷനിൽ മെയിൻലി 2 type ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്. കൺസ്ട്രക്ഷൻ വൈസിൽ കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്. കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്. സോ കോർ ടൈപ്പ്, ഷെൽ ടൈപ്പില് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ലാമിനേറ്റ് കോറിനെ എന്ത് ചെയ്യും? വൈൻഡിങ്സ് സറൗണ്ട് ചെയ്യും. ലാമിനേറ്റ് കോറിനെ വൈൻഡിങ്സ് സറൗണ്ട് ചെയ്യും. ഓക്കെ, സോ ഇത് രണ്ട് വൈൻഡിങ്സ് ഉണ്ട്. സോ ലാമിനേറ്റ് കോറിനെ ആര് സറൗണ്ട് ചെയ്യും? ഈ വൈൻഡിങ്സ്. ഇനി ഷെൽ ടൈപ്പിലാണെങ്കിലോ ഈ കോർ ആയിരിക്കും എന്തിനെ സറൗണ്ട് ചെയ്യുക? ഈ വൈൻഡിങ്സിന് സറൗണ്ട് ചെയ്യുക. കോർ ആയിരിക്കും വൈൻഡിങ്സിന് സറൗണ്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ കണക്ഷൻസിൽ ഇതെന്ന് വെച്ചാൽ ഇത് പ്രൈമറി, ഒരെണ്ണം HV സൈഡ് ആയിരിക്കും, ഒരെണ്ണം LV സൈഡ് ആയിരിക്കും. ഒരെണ്ണം HV സൈഡ്, ഒരെണ്ണം LV സൈഡ്. ഓക്കെ, അതെപ്പോഴും ഓർത്തോളാം. ഏത്? ഈ ടൈപ്പ് അറേഞ്ച്മെന്റിൽ കോറിന് ആര് കവർ ചെയ്യുന്നു? വൈൻഡിങ്സ് കവർ ചെയ്യുന്നു. ഷെൽ ടൈപ്പിൽ വൈൻഡിങ്സിനെ കോർ കവർ ചെയ്യുന്നു. ഇവിടെ സെപ്പറേറ്റ് ലിംബിലാണ്. ഇതിനെ ഓരോ ലിംബ് എന്നാ പറയുക കേട്ടോ. ഈ വെർട്ടിക്കലി പ്ലേസ് ഓരോ ലിംബാ പറയുക. ഓക്കെ, ഈച്ച് ലിംബില് ഓരോ വൈൻഡിങ്സ്. പ്രൈമറി വൈൻഡിങ് ഒന്നില്, സെക്കൻഡറി വൈൻഡിങ് അനദർ വണ്ണില്, അല്ലെങ്കിൽ HV ഒന്നില്, LV വേറെ ഒന്നില്. പക്ഷെ ഷെൽ ടൈപ്പിൽ വരുമ്പോ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോർ എന്ത് ചെയ്യും? വൈൻഡിങ്സിനെ സറൗണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ സാൻഡ്വിച്ച്ഡ് കണക്ഷൻ ആണ്. എന്താ? അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. സാൻഡ്വിച്ച്ഡ് അറേഞ്ച്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? രണ്ട് വൈൻഡിങ്സ് HV യും LV യും എല്ലാം എന്താണ്? സെയിം ആയിട്ട് തന്നെയാണ്. അപ്പൊ ഈ HV യും LV യും സെയിം വൈൻഡിങ് തന്നെയാണ് വരിക. സെയിം ലിംബിൽ തന്നെയാണ് വരിക. ഒന്നിന് പുറത്ത് ഒന്നായിട്ട് വരും കേട്ടോ. ഒന്നിന് പുറത്ത് ഒന്നായിട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഏറ്റവും അകത്ത് വരുന്നത് എന്തായിരിക്കും? ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും, LV വൈൻഡിങ് ആയിരിക്കും. പുറത്ത് വരുന്നത് HV വൈൻഡിങ് ആയിരിക്കും. മറന്നു പോകരുത്. ഇതിന്റെ പുറത്ത് വരുന്നത് HV ആയിരിക്കും, ഉള്ളിൽ വരുന്നത് LV ആയിരിക്കും. കാരണം അത് വോൾട്ടേജ് ലെവൽസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വോൾട്ടേജ് ഇൻസുലേഷൻ, അതായത് വോൾട്ടേജ് ലെവൽ ബാലൻസ് ചെയ്യാൻ മീൻസ് ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെസ് ഇൻസുലേഷൻ യൂസ് ചെയ്താൽ മതി. കാരണം എന്താണ്? നമ്മളിപ്പോ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ? വോൾട്ടേജ് ലെവലിനെ. അപ്പൊ ഇതിന്റെ കോർ ജനറലി എന്തായിരിക്കും? നമുക്കിപ്പോ 0 പൊട്ടൻഷ്യൽ, ഓക്കെ, 0 വോൾട്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇനി പറയുന്നു
നമുക്ക് ഇതിന്റെ സെക്കൻഡറി എന്ന് പറയുന്നത് 415 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. സെക്കൻഡറി. അടുത്ത് പ്രൈമറി എന്ന് പറയുന്നത് ഒരു 11,000 വോൾട്ട് ആണെന്ന് വിചാരിച്ചോളൂ. 11,000 വോൾട്ട്, 11 kV. ഓക്കെ, 11 kV 415 വോൾട്ട്. ഇവിടെ ഉറപ്പായി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇൻസുലേഷൻ വേണം, അല്ലെ? ഇൻസുലേഷൻ നെസസറി ആയിട്ടുള്ള സാധനമാണ്. സപ്പോസ് ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 600 ഇങ്ങനെ എടുത്തു, 6600 വോൾട്ട്, 6600 വോൾട്ട് എടുത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഈ രണ്ട് അറേഞ്ച്മെന്റ് ഇത് രണ്ടിലും വരുന്നതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് സെറ്റില് ഇത് എച്ച് വി എന്ന് പറഞ്ഞാൽ 11,000 വോൾട്ട്, എൽ വിയില് 6600 വോൾട്ട്. ഓക്കെ, സോ ഇത് രണ്ടും ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഉറപ്പായും ഈ കോറും ഈ വൈൻഡിങ്സുമായിട്ട് ഇൻസുലേഷൻ, ഇൻ ബിറ്റ്വീൻ ഇൻസുലേഷന്റെ ആവശ്യമുണ്ട് നമുക്ക്. ആ ഇൻസുലേഷൻ 11,000 വോൾട്ട്, ഇത് കോറിന് 0 വോൾട്ട് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, കോർ 0 വോൾട്ട്, ഇത് 11,000 വോൾട്ട്, ഇതിലെ വൈൻഡിങ്സ്. അപ്പോൾ ഈ 11 പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വരും? 11,000 11 kV മൈനസ് 0 വോൾട്ട് എത്ര? 11 kV തന്നെയാണ്. അപ്പൊ 11 kVക്കുള്ള വോൾട്ട് ഇൻസുലേഷൻ ഇവിടെ കൊടുക്കണ്ടേ? കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാലോ, ഇവിടെ 6600 അല്ലെ, 6600 വോൾട്ട്, 6600 വോൾട്ടിന്റെ ഇൻസുലേഷൻ ഇവിടെ കൊടുക്കണ്ടേ? കൊടുക്കണം. ഓക്കെ, അതൊക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ അറേഞ്ച്മെന്റിൽ വന്നാൽ അപ്പോൾ ഉറപ്പായ ഇൻസുലേഷൻ ലെവൽ കൂടുതലായിരിക്കും. ഈ അറേഞ്ച്മെന്റിൽ വന്നാൽ നമ്മുടെ എൽ ബി വൈൻഡിങ്ങും കോറും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് എത്രയാ? ഇത് ഇവിടുത്തെ അതേ സാധനം 6600. അപ്പൊ 6600ന്റെ ഇൻസുലേഷൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? 6600ന്റെ ഇൻസുലേഷൻ ലെവൽ പോലെ ഇൻസുലേഷൻ 6600 വോൾട്ടിന്റെ ഇൻസുലേഷൻ കൊടുക്കണം. ഇനി എൽ ബി എച്ച് ബിയും തമ്മിൽ ഒരു ഇൻസുലേഷൻ വേണം, എൽ ബി എച്ച് ബിയും തമ്മിൽ. ആ ഇൻസുലേഷന്റെ ലെവൽ എന്തായിരിക്കും? അത് 11 kV മൈനസ് 6600 അല്ലേ? 11,000 മൈനസ് 6600, ഇത്രയും വോൾട്ടേജ് മതിയാവും. അതായത് 4400 വോൾട്ട്, 4400 വോൾട്ടിന്റെ ഇൻസുലേഷൻ മതി ഇവിടെ. പക്ഷെ ഇവിടെയാണെങ്കിലോ 11,000 വോൾട്ടിന്റെ ഇൻസുലേഷൻ വേണം. ഇറ്റ്സ് വെരി ഹെവി. വെരി ഹെവി മീൻസ് നമ്മൾ കമ്പാരിറ്റീവ്ലി എന്താണ്, കോസ്റ്റ് വൈസ് ഏതാ ബെറ്റർ? ഇതാണ് നല്ലത്. ഇൻസുലേഷൻ ലെവലിന് ബെറ്റർ ഇതാണ്. ഇനി ഫ്ലക്സിന്റെ കേസ് നോക്കിയാൽ ഇവിടെ ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിരിക്കും കേട്ടോ. ഇവിടെ ലീക്കേജ് ഫ്ലക്സ് കൂടുതലായിരിക്കും, ഇവിടെ ലീക്കേജ് ഫ്ലക്സ് കുറവായിരിക്കും. കാരണം ഈ കോർ വഴി എന്ത് ചെയ്യും? ഫ്ലക്സ് ട്രാവൽ ചെയ്യത്തുള്ളൂ. കോറ് ലോ റിലക്റ്റൻസ് പാത്താണ് കൊടുക്കുക. സോ ഫ്ലക്സ് എയറിൽ കൂടെ പോയില്ല, പകരം എന്ത് ചെയ്യും? കോർ വഴി പാസ് ചെയ്യും. സോ ദാറ്റ് ലീക്കേജ് ഫ്ലക്സ് കുറവായിരിക്കും ഇവിടെ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പോയിന്റ് നോട്ട് ചെയ്താൽ മതി. സോ ഇവിടെ കോഴ്സ് മേ ബി ബിൽറ്റ് അപ്പ് ഓഫ് ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ ഷീറ്റ്. ഓക്കെ, ഈ അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ഓരോ ഷീറ്റാണ്, ഈ കാണിച്ചിരുന്ന ഓരോ ഷീറ്റ് അതിനെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ലാമിനേഷൻ. ഓക്കെ, ഈ ചെറിയ ചെറിയ ഷീറ്റിനെ ഒരുമിച്ച് അടുക്കുന്നതാണ് ലാമിനേറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ചെറിയ ചെറിയ ഷീറ്റിനെ ഒരുമിച്ച് അടുക്കുന്നു, ലാമിനേഷൻ. സോ ലാമിനേഷൻസ് എന്തിനാണ് ലാമിനേറ്റ് ചെയ്യുന്നത്? സിലിക്കൺ സ്റ്റീൽ ഷീറ്റ്. So most laminating materials have an approximate alloy content of 3% silicon and 97% iron. So steel ഇവിടെ എത്ര വരുന്നുണ്ട്? സിലിക്കൺ സ്റ്റീലിന്റെ കേസ് പറഞ്ഞാൽ സ്റ്റീൽ 97%, സിലിക്കൺ 3% ആണ് വരുന്നത്. സോ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാഗ്നറ്റൈസേഷൻ ലോസ് കുറയ്ക്കാനാണ്. മാഗ്നറ്റൈസേഷൻ ലോസ്, അതായത് ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതായത് ലോസ് ഡ്യൂ ടു ഹിസ്റ്റെറിസിസ് ഈസ് റെഡ്യൂസ്ഡ്. ഹിസ്റ്റെറിസിസ് റെഡ്യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്തിട്ട്? സിലിക്കൺ കണ്ടന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ സിലിക്കൺ കണ്ടന്റ് 3% ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹിസ്റ്റെറിസിസ് ലോസ് കുറയും. ഓക്കെ, മാഗ്നറ്റൈസേഷൻ ലോസ് കുറയും. പക്ഷേ ഇത് ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രെങ്ത്, മെക്കാനിക്കൽ സ്ട്രെങ്തിനെ അത് അഫക്ട് ചെയ്യും. സോ ഈ സിലിക്കൺ ആഡ് ചെയ്യുന്നത് മേക്സ് ദ മെറ്റീരിയൽ ബ്രിട്ടിൽ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ബ്രിട്ടിൽ ആക്കും. ഓക്കെ, സോ ട്രാൻസ്ഫോമർ ലാമിനേഷൻസ് ആർ യൂഷ്വലി 0.25 to 0.27 mm തിക്ക് ഫോർ 50 Hz ഓപ്പറേഷൻ. ദാറ്റ് ഈസ് നമ്മുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമേഴ്സ് എല്ലാം എന്താണ്?
ലാമിനേഷൻസ് 0.25 to 0.27 mm തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഈച്ച് എന്താ പറയുക ഓരോ ഷീറ്റ്. ഓക്കെ, തിൻ സിലിക്കൺ സ്റ്റീൽ ഷീറ്റ്, ഓരോ സിലിക്കൺ സ്റ്റീൽ ഷീറ്റും എത്രയാണ്? 0.25 to 0.27 mm തിക്കാണ്. ഓക്കെ, സോ ഫ്രീക്വൻസി മാറുമ്പോൾ മാറും കേട്ടോ, കോറിന്റെ ഇത് മാറും. അതുകൊണ്ടാണ് 50 ഹെർട്സിന്റെ കേസ് നമ്മൾ 50 ഹെർട്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ സിലിക്കൺ, ഇതിൽ സിലിക്കൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താവും? മെക്കാനിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനമായിട്ട് മാറും. സോ ദ ലാമിനേഷൻസ് ആർ കോട്ടഡ് ഓൺ വൺ സൈഡ് ബൈ തിൻ ലെയർ ഓഫ് വാർണിഷ് ഓർ പേപ്പർ ടു ഇൻസുലേറ്റ് ദം ഫ്രം ഈച്ച് അതർ. അതായത് ഇതിനിടയ്ക്ക് ഓരോ തിൻ ഷീറ്റിനിടയ്ക്ക് എന്തുണ്ട്? ഇൻസുലേറ്റഡ് കോട്ടിംഗ് ഓഫ് വാർണിഷ് ഉണ്ടാവും, അല്ലെങ്കിൽ പേപ്പർ ഉണ്ടാവും. പേപ്പറിന്റെയോ വാർണിഷിന്റെയോ ഇൻസുലേറ്റഡ് കോട്ടിംഗ് ഉണ്ടാവും കേട്ടോ. ഇൻ പ്രാക്ടീസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ഓഫ് എ ട്രാൻസ്ഫോമർ ഹാവ് 2 or more കോയിൽസ് പെർ ലെഗ്. അതായത് നമ്മൾ സ്റ്റാമ്പിങ്സ് കണ്ടില്ലായിരുന്നു, ഈ ഓരോ ലെഗിൽ എന്തുണ്ട്? 2 or more കോയിൽസ്. ഇങ്ങനെ ആയിരിക്കും അറേഞ്ച് ഉണ്ടാവുക. ഒരു കോയില്, അതിന്റെ താഴെ അടുത്ത കോയില്, അത് നേരത്തെ പ്രീ വൗണ്ടഡ് ആയിട്ടുള്ള സാധനമായിരിക്കും കേട്ടോ, നേരത്തെ വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നര അറേഞ്ച് ചെയ്യും. 1, 2, 3, 4 എന്താണോ അതിന്റെ റിക്വയർമെന്റ് അതനുസരിച്ച് എന്ത് ചെയ്യും? നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യും. Then they may be arranged in series or parallel. സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അറേഞ്ച് ചെയ്യാം. The laminations are pressed together by clamping in such a way as to prevent any fluttering or shifting. അതായത് ഈ ലാമിനേഷൻസിന് എന്ത് ചെയ്യും? ഈ അടുക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? ക്ലാമ്പ് ചെയ്യും, ടൈറ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്യും. കാരണം അത് എന്താ പറയാ, ഒരു സ്ട്രോങ് ആയിട്ട്, ഒരു സ്ട്രോങ് കോറായിട്ട് മാറാണ്, വേറെ ഒന്നുമില്ല. ഒരു ഷിഫ്റ്റിംഗ് അൺനെസസറി ആയിട്ട് ഷീറ്റുകൾ ഷിഫ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി. ഷിഫ്റ്റ് ചെയ്താൽ അതിൻ്റെ അകത്ത് ഒരു ഹമ്മിങ് സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ, ലൂസായിട്ട് ക്ലാമ്പ് ചെയ്താലൊക്കെ. ദ കോയിൽസ് ആർ ഇംപ്രഗ്നേറ്റഡ്. അതായത് നമ്മൾ കോയിൽസ് ഉണ്ടല്ലോ, നമ്മൾ ഈ വയ്ക്കുന്ന ഈ വൈൻഡിങ്സ് അതാണ് കോയിൽസ് എന്ന് പറയുന്നത്. ഈ കോയിൽസ് അല്ലേ, കോയിൽസ് എന്താണ്? ഇംപ്രഗ്നേറ്റഡ് ആണ്. കോയിൽസ് ആർ ഇംപ്രഗ്നേറ്റഡ്. ഇൻസഫിഷ്യന്റ് ക്ലാമ്പിംഗ് ഓഫ് ലാമിനേഷൻ യൂഷ്വലി റിസൾട്ട് ഇൻ ഹമ്മിങ് സൗണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു ഹമ്മിങ്ങിന്റെ സൗണ്ട്. നമ്മൾ ചില ട്രാൻസ്ഫോമർ എടുത്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഹമ്മിങ് കേൾക്കും. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സ് ആർ യൂഷ്വലി എയർ കൂൾഡ്. ജനറലി എന്താണ്? എയർ കൂൾഡ് ആണ്. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന എന്താണ്? ഓയിൽ കൂൾഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഓക്കെ, സോ ലാർജർ ട്രാൻസ്ഫോമേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ടാങ്ക്സ് വിത്ത് സ്പെഷ്യൽ ട്രാൻസ്ഫോമർ ഓയിൽ. സോ എയർ കൂൾഡ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന എന്താണ്? ട്രാൻസ്ഫോമർ ഓയിൽ ഡിപ്പ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന കോറാണ്. അതായത് ട്രാൻസ്ഫോമർ ജനറൽ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ്, ലാർജർ ട്രാൻസ്ഫോമേഴ്സ്. ദ ഓയിൽ സെർവ്സ് ഡ്യുവൽ പർപ്പസ്. ഓയിലിന് 2 പർപ്പസ് ഉണ്ട്, എപ്പോഴും ശ്രദ്ധിക്കുക. ട്രാൻസ്ഫോമർ ഓയിലിന് 2 പർപ്പസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഇൻസുലേഷനും, ഒന്ന് കൂളിങ്ങും. കൂളിങ്ങും ഇൻസുലേഷനും. ഓക്കെ, ട്രാൻസ്ഫോമർ ഓയിലിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കൂളിങ്ങും ഇൻസുലേഷനും. ഓക്കെ, ചില ഓപ്ഷൻസ് ഉണ്ട്, ലൂബ്രിക്കേറ്റിംഗ്, കൂളിംഗ്, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി, ഇങ്ങനെ വന്നിട്ട് അതിന്റെ കോമ്പിനേഷൻ ചോദിക്കും. ലൂബ്രിക്കേറ്റിംഗ് ഒന്നും നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ എന്ന് പറയത്തില്ല കേട്ടോ. ട്രാൻസ്ഫോമർ ഓയിൽ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത് 2 പർപ്പസിനാണ്, ഇൻസുലേഷനും കൂളിങ്ങിനും. ഓക്കെ, സോ ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ ട്രാൻസ്ഫോമർ ഈസ് റിമൂവ്ഡ് ബൈ ട്രാൻസ്ഫോമർ ഓയിൽ സറൗണ്ടിങ് ദ സോഴ്സ് ആൻഡ് ഈസ് ട്രാൻസ്മിറ്റഡ് എയ്തർ ടു അറ്റ്മോസ്ഫിയറിക് എയർ ഓർ വാട്ടർ. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കൂളിംഗ് മെത്തേഡ്. ഇപ്പൊ നാച്ചുറൽ കൂളിംഗ് ആണെങ്കിൽ എയർ വഴി എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചർ പോവും. ഫോഴ്സ്ഡ് കൂളിംഗ് ആണെങ്കിൽ ഇപ്പോൾ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ, എനിവേ കോൺ ഇതിനെ ഓയിലുള്ള ഹീറ്റ് എന്ന് വൈൻഡിങ്ങിലുള്ള ഹീറ്റിനെ ആര് ക്യാരി അവേ ചെയ്യും? ഓയില്. വൈൻഡിങ്ങിനെ സറൗണ്ട് ചെയ്യുന്ന ഓയില് ക്യാരി അവേ ചെയ്ത് പുറത്ത് അതിന്റെ ഫിൻസ് ഉണ്ട്, ആ ഫിൻസ് വഴി എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് ഓട്ടോമാറ്റിക്കലി മെറ്റാലിക് ബോഡി അല്ലേ, പുറത്തേക്ക് ലിബറേറ്റ് ആയി പോകും കേട്ടോ.